എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 62-ാം ദിവസം. ഇന്ന് 611 മുതൽ 620 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം കലാത്മികായേ നമഃ. ഓം കലാനാഥായേ നമഃ. ഓം കാവ്യാലാപവിനോദിന്യേ നമഃ. ഓം സജാമര രമാവാണി സവ്യദക്ഷിണസേവിതായേ നമഃ. ഓം ആദിശക്തിയേ നമഃ. ഓം അമേയായേ നമഃ. ഓം ആത്മനേ നമഃ. ഓം പരമായേ നമഃ. ഓം പാവനാകൃതേ നമഃ. ഓം അനേകകോടി ബ്രഹ്മാണ്ഡജനന്യേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം കലാത്മികായേ നമഃ. ഓം കലാനാഥായേ നമഃ. ഓം കാവ്യാലാപ വിനോദിന്യേ നമഃ. ഓം സചാമര രമാവാണി സവ്യദക്ഷിണസേവിതായേ നമഃ. ഓം ആദിശക്തിയേ നമഃ. ഓം അമേയായേ നമഃ. ഓം ആത്മനേ നമഃ. ഓം പരമായേ നമഃ. ഓം പാവനാകൃതേ നമഃ. ഓം അനേകകോടി ബ്രഹ്മാണ്ഡജനന്യേ നമഃ. ഇതിൻ്റെ സാമാന്യ അർത്ഥമെന്ന് നോക്കാം. ഓം കലാത്മികായേ നമഃ. കലാത്മിക, കലാത്മസ്വരൂപിണിയായിട്ടുള്ളവൾ. എല്ലാ കലകളുടെയും ദേവി അമ്മ. എല്ലാ കലാരൂപങ്ങളും അമ്മ തന്നെയാണ്. അപ്പോൾ 64 കലാരൂപങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. 64 കലാരൂപങ്ങളും ദേവി തന്നെയാണ്. ഇതുകൂടാതെ അഗ്നിക്ക് 10 കല, സൂര്യകല 12, ചന്ദ്രകല 16. അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ദേവിയാണ്. ഓം കലാനാഥായേ നമഃ. കലാനാഥ, ശ്രീചക്രത്തിലുള്ള ചന്ദ്രമണ്ഡലത്തിൻ്റെ നാഥയായിട്ടുള്ളവൾ. ഓം കാവ്യാലാപവിനോദിന്യേ നമഃ. കാവ്യാലാപവിനോദിനി, ഇതിഹാസവും പുരാണങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ തൻ്റെ ഭക്തന്മാർ ജപിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവൾ ദേവി. എല്ലാ കലകളുടെയും അധീതയാണ് ദേവി. അടുത്തത് അതുകൊണ്ട് കാവ്യാലാപ വിനോദിനി. അപ്പോൾ ചൊല്ലുന്നതും ഇഷ്ടമാണ്, നൃത്തം ചെയ്യുന്നതും സ്തുതികൾ പാടുന്നതും സ്തോത്രങ്ങൾ പാടുന്നതും ഒക്കെ ചൊല്ലുന്നതും ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവളാണ് ദേവി. ഇതുകൂടാതെ എല്ലാ കലകളുടെയും അധീശയൂടാണ് ദേവി. അടുത്തത് സചാമര രമാ വാണി സവ്യ ദക്ഷിണസേവിതായേ നമഃ. ചാമരം എടുത്ത് വീശുന്നത് ലക്ഷ്മി ദേവിയും വാണി ദേവിയുമാണ്. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഇടത്തും വലത്തും നിന്നാണ് ചാമരം വീശുന്നത്. അങ്ങനെ ചാമരം വീശി ലക്ഷ്മി ദേവി സരസ്വതി ദേവിയാലും സേവിക്കപ്പെടുന്നവൾ ദേവി. ഓം ആദിശക്തിയേ നമഃ. ആദിശക്തി, ആദ്യമായി ഉണ്ടായ പ്രപഞ്ച ശക്തിയാണ് ദേവി. ഓം അമേയായേ നമഃ. അമേയ, മേയം അളക്കുന്നത്, അമേയ അളക്കാൻ സാധിക്കാത്തത്. അളക്കാൻ സാധിക്കാത്തതാണ് ദേവി. ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവൻ ദേവിയാണ്. അപ്പോൾ അതെങ്ങനെ അളക്കാൻ സാധിക്കും? അപ്പം ദേവി അമേയാണ്. ആത്മനേ നമഃ. ആത്മസ്വരൂപമായിട്ടുള്ളവൾ. ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. അത് ദേവി തന്നെയാണ്, ആത്മസ്വരൂപമായിട്ടുള്ളവൾ. ഓം പരമായേ നമഃ. പരബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. പരമമായ സ്വരൂപമുള്ളവൾ, പരബ്രഹ്മസ്വരൂപിണി. ഓം പാവനാകൃതേ നമഃ. പവിത്രമായ ആകാരത്തോടു കൂടിയവൾ. നൈർമല്യവും ജ്ഞാനവും തികഞ്ഞവളാണ്. പവിത്രമായ ആകൃതിയോട് കൂടിയവളാണ് ദേവി. നിർമ്മലമായ, നൈർമല്യമേറിയ, അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ഉറവിടം, ഇതെല്ലാം ദേവി തന്നെയാണ്. ഓം അനേകകോടി ബ്രഹ്മാണ്ഡ ജനന്യേ നമഃ. അനേകകോടി ബ്രഹ്മാണ്ഡത്തിനും ജനനിയായിട്ടുള്ളത് ദേവി. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ സൃഷ്ടിച്ചത് ദേവിയാണ്. അപ്പോൾ ഈ അനേകകോടി ബ്രഹ്മാണ്ഡത്തിനും ജനനിയായിട്ടുള്ളവളാണ് ദേവി. അപ്പോൾ നമ്മൾ ഇന്നിപ്പം 620 നാമങ്ങളായി. ഓരോ നാമങ്ങളിൽ കൂടെ നമ്മൾ കൂടുതൽ ദേവിയെ അറിയുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക്
കൂടുതൽ കൂടുതൽ അറിയും തോറും ദേവിയെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആദി പരാശക്തിയായ ശ്രീ ലളിതാ പരമേശ്വരിയെ പൂജിക്കുക എങ്ങനെ? ശുദ്ധിയോടും വിശുദ്ധിയോടും ഭക്തിയോടും വിശ്വാസത്തോടും. അങ്ങനെ പ്രപഞ്ചമാതാവിനെ, ഈ ബ്രഹ്മാണ്ട ജനനിയെ നമുക്ക് പൂജിക്കാം, ഉപാസിക്കാം, ആരാധിക്കാം, ഭജിക്കാം. അങ്ങനെ ദേവിയെ ഭജിക്കുന്ന ദേവീ പ്രസാദം കിട്ടണമെങ്കിൽ നമ്മൾ ദേവിയോട് കൂടുതൽ കൂടുതൽ അടുക്കണം, ദേവിയെ കൂടുതൽ കൂടുതൽ അറിയണം. അപ്പം നമ്മളിങ്ങനെ ഓരോ നാമത്തിൽ കൂടെ ദേവിയെ കൂടുതൽ കൂടുതൽ അറിയുകയാണ്. അങ്ങനെ ഉള്ള ദേവി എല്ലാവർക്കും, ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവർക്കും എപ്പോഴും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അമ്മ മക്കൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.